മഷ്റൂം മഞ്ചൂരിയൻ എന്റെ മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ് മഞ്ചൂരിയൻ. അപ്പൊ ഇന്നത്തെ ട്വിസ്റ്റ് മഷ്റൂം വെച്ചിട്ട് മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ പോവാം. പാനിൽ വെള്ളം ഒഴിച്ച് ഉപ്പിട്ടിട്ട് മഷ്റൂംസ് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. നന്നായി കുക്കായ മഷ്റൂംസ് ഒരു ഡ്രെയിനറിലേക്ക് വെള്ളം നന്നായി ഊറിപ്പോവാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് മഷ്റൂംസ് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനാവശ്യമായ കുറച്ച് കോൺഫ്ലവർ, ഒരു 2 സ്പൂൺ മൈദ, ഒരു ചെറിയ സ്പൂൺ കാശ്മീരി ചില്ലി, കളറിന് മാത്രം ഒരു ലേശം മഞ്ഞൾപ്പൊടി. ഇനി വെള്ളം ഒഴിച്ച് കുറേശ്ശെ മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാം. ഈ പരുവത്തിന് ബാറ്റർ റെഡിയാക്കി എടുക്കാം. പാനിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാവുന്ന നേരത്തിന് ബാറ്ററിലേക്ക് മഷ്റൂംസ് ഇട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഇനി കോട്ട് ചെയ്ത മഷ്റൂംസ് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി ഫ്രൈ ചെയ്ത മഷ്റൂംസ് എണ്ണയില്ലാതെ ഡ്രെയിൻ ചെയ്തെടുക്കാം. അടുത്ത സെറ്റ് ഓഫ് മഷ്റൂംസ് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റിവെക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 2-3 വെളുത്തുള്ളിയും കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം. ഒരു വലിയ സവാള 4 മുറിച്ചിട്ട് അത് ലേയേഴ്സ് ആയിട്ട് അടർത്തിയെടുക്കാം. ഒരു ക്യാപ്സിക്കവും വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. മുമ്പ് മഷ്റൂംസ് ഫ്രൈ ചെയ്ത് അതേ ഓയിൽ തന്നെ എടുക്കാം. അതിലേക്ക് ജിഞ്ചറും ഗാർലിക്കും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. സവാളയും ക്യാപ്സിക്കവും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കുരുമുളക് പൊടിയും ഒരു 3-4 പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുക്കാം. അതൊന്ന് സോട്ട് ആകുമ്പോഴേക്കും അതിലേക്ക് ഡാർക്ക് സോയാ സോസും ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. മുന്നേ മഷ്റൂം വേവിച്ചപ്പോഴും ബാറ്ററിലൊക്കെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുള്ളതുകൊണ്ട് വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്രേവി കുറച്ച് തിക്കാക്കാൻ വേണ്ടിയിട്ട് കോൺഫ്ലവറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മിൽക്ക് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂംസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കൊറിയാണ്ടർ ലീവ്സും സ്പ്രിംഗ് ഓനിയൻ ഉണ്ടെങ്കിൽ അതും പിന്നീട് കുറച്ച് എള്ളും കൂടെ ചേർത്ത് ഗാർണിഷ് ചെയ്തിട്ട് സെർവ് ചെയ്യാം.